എങ്ങനെ വന്നു ഇത്? ഈ ജനമുന്നേറ്റം എങ്ങനെ വന്നു? സിപിഎമ്മിന്റെ സഖാക്കൾ, പാർട്ടി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകന്മാർ എല്ലാ വീടുകളിലും കയറി. പാർട്ടി അനുഭാവികൾ അടങ്ങി. സിപിഎമ്മിലെ പാർട്ടി അംഗങ്ങളും പാർട്ടി നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ഒരു വിഭാഗമുണ്ട്. അവർ മാത്രമാണോ ഈ പാർട്ടി? ഈ പാർട്ടിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന, ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി ബന്ധുക്കൾ, പാർട്ടി അനുഭാവികൾ, പാർട്ടി അണികൾ, അവരാണ് ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കാത്തുസൂക്ഷിച്ചത്, സംരക്ഷിച്ചത്. 1900-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടു. 1920-ൽ കോഴിക്കോട്ട് കല്ലായി റോഡിലുള്ള ഒരു പീടിക മുകളിൽ സഖാവ് കൃഷ്ണപിള്ള, EMS, NC ശേഖർ, K ദാമോദരൻ. കൃഷ്ണപിള്ള, EMS, NC ശേഖർ, K ദാമോദരൻ, ഈ 4 പേരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ജന്മം നൽകിയവർ. കോഴിക്കോട്ട് വെച്ചാണ് അവർ ആലോചിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 1937-ൽ 39-ൽ പിണറായിയിലെ പാറപ്പുറത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ചേർന്നു. 39-ൽ ആ സമ്മേളനത്തിൽ സഖാവ് കൃഷ്ണപിള്ളയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഈ കാലഘട്ടം മുതൽ പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത സഖാവാണ് കേളുവട്ടൻ. ഇവിടെ നാദാപുരം മേഖലയിൽ മുഖേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക പ്രസ്ഥാനവും തുടങ്ങി വളർന്നു വന്നിട്ടുള്ള ഒരു മേഖലയാണിത്. ഈ പ്രദേശത്തിന്റെ ഭാഗമാണിത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളല്ലേ? ഇതെല്ലാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പാർട്ടി വളരുകയാണോ ചെയ്തിട്ടുള്ളത്? നമ്മുടെ പാർട്ടി ദുർബലമാവുകയാണോ? നമ്മുടെ പാർട്ടി ശക്തിപ്പെടുകയാണ്? എന്താ നമ്മുടെ മുമ്പിലുള്ള അനുഭവം? ഈ വളയത്തെ അനുഭവം എന്ത്? ഈ നാടിന്റെ ആകെ അനുഭവം എന്ത് എന്ന് നാം പരിശോധിക്കുക. ഇത് റബ്ബർ പന്ത് പോലെ ആഞ്ഞെറിയുന്നതിനനുസരിച്ച്, ആഞ്ഞു പതിക്കുന്നതിനനുസരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി ഉയരുകയാണ് ചെയ്യുന്നത്. എത്ര കടുത്ത ആക്രമണങ്ങൾക്ക് ഈ പാർട്ടി വിധേയമായാലും, എത്രത്തോളം ആക്ഷേപങ്ങളും എത്രത്തോളം ശരവ്യങ്ങളും ഈ പാർട്ടിക്കെതിരായി ഉയർന്നു വന്നു കഴിഞ്ഞാലും, ഈ പാർട്ടി പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന അനുഭവമല്ലേ ഉള്ളത്? എന്തായിരുന്നു നവകേരള മാർച്ചിന്റെ അനുഭവം? നവകേരള മാർച്ചിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ജനങ്ങൾ ഇളകി. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ ജനങ്ങളിൽ ഈ മാറ്റമുണ്ടായ സമയത്ത് എന്താ നമ്മുടെ മുമ്പിലുള്ള അനുഭവം? ഈ പാർട്ടിക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു. പത്രങ്ങളെല്ലാം പ്രചരിപ്പിക്കുകയാണ്. ഫെബ്രുവരി 14-ാം തീയതി പാർട്ടിയുടെ PB യോഗം ഡൽഹിയിൽ ചേരുന്നു. PB യോഗം ഡൽഹിയിൽ ചേരുമ്പോൾ എല്ലാവരും ഉത്കണ്ഠാകുല. ആ യോഗത്തോടുകൂടി ഇത് തകരാൻ പോകുന്നു. ചെല്ലു വിചാരിച്ചു 25-ാം തീയതി ആകുമ്പോഴേക്ക് എന്തോ ഇത് സംഭവിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രചാരവേലയല്ലേ നടത്തിയിരിക്കുന്നത്. ഈ പ്രചാരവേലകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും പാർട്ടി അതിന്റെ രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചു. അതിന് വലിയ അംഗീകാരമായി
ജനങ്ങളുണ്ടായ ഒരു പൊതുപ്രതികരണം എന്താ? ഈ പാർട്ടിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ ഒരു വിഷമം വരാൻ പോകുന്നു ഈ പാർട്ടിക്ക്, എന്തോ ഒരു പോറലേൽക്കാൻ പോകുന്നു ഈ പാർട്ടിക്ക്. ഈ പാർട്ടിക്ക് ഒരു പോറലും ഏൽക്കാൻ അനുവദിച്ചുകൂടാ. ഈ പാർട്ടിയെ കാത്തു സൂക്ഷിക്കണം.